അൽത്താഫ്, നീരജ് മാധവൻ ഒക്കെ നായകനായിട്ട് വരുന്ന പ്ലൂട്ടോ കണ്ടിരുന്നു. ഒരു ഏലിയൻ ചിത്രം. സാധാരണ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ കേരളത്തിൽ ഇങ്ങനെ വരാറില്ല. പ്ലൂട്ടോ എന്ന പേരിൽ തന്നെ ഉണ്ടല്ലോ. അൽത്താഫാണ് ഏലിയനായിട്ട് അഭിനയിക്കുന്നത്. അൽത്താഫ് അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. നീരജ് മാധവൻ നല്ലൊരു കാസ്റ്റിംഗ് ആണ്. പിന്നെ അജു വർഗീസ് ഉണ്ട്, ഒരു മുട്ടത്തലയനായിട്ടുള്ള ഒരു വട്ടോളി ലുക്കിലാണ് പുള്ളി. നമുക്ക് കണ്ടോണ്ടിരിക്കാം, മടുപ്പൊന്നുമില്ല. വാച്ചബിൾ മൂവിയാണ്. പക്ഷെ കുറച്ചുകൂടെ ഒരു ബഡ്ജറ്റ് ചെയ്തിരുന്നെങ്കിൽ നല്ലതായിരുന്നു എനിക്ക് തോന്നി. ബഡ്ജറ്റിന്റെ പ്രശ്നം ഓരോ സീനിൽ നമുക്കത് വിസിബിൾ ആണ്. ഇതിപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രം ലോ ബഡ്ജറ്റിൽ ചെയ്ത ഒരു അവസ്ഥയുണ്ടല്ലോ, ആ ദാരിദ്ര്യം നമുക്ക് മനസ്സിലാവും. ഈ നീരജ് മാധവന് വരുന്ന ടോബിനെയോ അങ്ങനെയൊക്കെ ഉള്ളവരെയും കാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി റീച്ച് കിട്ടുമായിരുന്നു. പിന്നെ ഈ ഏലിയന്റെ ക്യാരക്ടർ അൽത്താഫിന് പകരം പുറത്തുനിന്ന് ഒരാളെ ഇറക്കുകയാണെന്ന് കുറച്ചുകൂടി ഒരു ബെറ്റർ ഓപ്ഷൻ എനിക്ക് തോന്നി. അൽത്താഫ് അയാളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഏലിയന്റെ പ്രത്യേകത വെച്ചാൽ ആ ട്രെയിലറിൽ പറയുന്നത് തന്നെ അവർക്ക് മദ്യം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കണം. ഏലിയൻസ് നല്ലോണം മദ്യപിക്കുന്നവരായിട്ടാണ് ഇവിടെ കഥാകൃത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. പുള്ളിയുടെ ഒരു ഭക്ഷണം പോലെയാണ് അവർക്കത്. മദ്യമില്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. പിന്നെ കുറെ റാപ്പ് സോങ് ഒക്കെ ഉണ്ട്. ഈ റാപ്പ് സോങ് എനിക്ക് സത്യം പറഞ്ഞാൽ വെറുപ്പീരായിട്ട് തോന്നി. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഫീൽ ചെയ്തു. അത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ആയിരിക്കും. ഞാൻ പേഴ്സണലി എൻ്റെ കാര്യം പറഞ്ഞാൽ ഈ ഏലിയന്റെ മദ്യം മാത്രമാണ് അവരുടെ നാട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റ്. കഥയല്ലേ. ഏലിയന്റെ നാട്ടിൽ സപ്ലിമെന്ററി ഒക്കെ എഴുതി ബുദ്ധിമുട്ടി അവിടുന്ന് എങ്ങനെ ഇരുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങോട്ട് ചാടിയാന്നൊക്കെയാണ് കഥയിൽ പറഞ്ഞു വരുന്നത്. അല്ലാതെ പോയി നമ്മുടെ നാട്ടിൽ പിള്ളേരുകൾ എഞ്ചിനീയറിങ്ങിനും ഒക്കെ സപ്ലി എടുത്തും കൊണ്ടടങ്ങിയിട്ട് എവിടെയെങ്കിലും പോയി തൽക്കാലത്തിൽ നിന്ന് റിഫ്രഷ് ആകാൻ പോകുന്ന പോലെ ഏലിയനും ഈ സ്ക്രിപ്റ്റിൽ കുറച്ചുകൂടെ പണിയെടുത്തിരുന്നെങ്കിൽ ഈ പടം നല്ലതായിരുന്നു. എവിടെയൊക്കെയോ എന്തെങ്കിലുമൊക്കെയോ ചില പോരായ്മകൾ, അതായത് ചില കോമഡികൾ, ചില കാര്യങ്ങളൊക്കെ നമ്മളിലോട്ട് കൺവിൻസ് ആക്കാൻ നോക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് രജിസ്റ്റർ ആകുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അജുവിന്റെ ക്യാരക്ടർ, ആ മൊട്ടത്തലയൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ജമ്പനും തുമ്പനും ശിക്കാരി ശംഭുവൊക്കെ പോലെയുള്ള ചില കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള അജു എന്നെ ഏത് സാധനം കൊടുത്താലും അത് വൃത്തിക്ക് ചെയ്തോളും. നമ്മുടെ ഈ ജഗതി ഇന്നസെന്റ് ഒക്കെ ഒരു കാലഘട്ടത്ത് എന്തേപ്പിച്ചാലും ആ ക്യാരക്ടറിനെ അവരെ കൊണ്ടാകുന്ന രീതി നല്ല ഭംഗിയാക്കും. പടം പൊട്ടിയാലും ഇവരുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സിൽ നിന്ന് മാറത്തില്ല. ആ ഒരു ലെവലിലോട്ട് അജു എത്തിയിട്ടുണ്ട്. അജു ഒരുപാട് വളർന്നു. പടത്തിന്റെ സ്റ്റോറി ചെറുതാണ്. അവരതിനെ നല്ലോണം വലിച്ചു നീട്ടിട്ടുണ്ട്. എനിക്ക് മറ്റൊരു കാര്യം ഇഷ്ടപ്പെട്ട നല്ല കോസ്റ്റ്യൂമാണ്. ഓരോ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന കോസ്റ്റ്യൂംസ് ഉണ്ടല്ലോ, അത് നല്ല ഭംഗിയായിട്ടുള്ളതാണ്. നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യും. ഈ അൽത്താഫിന്റെ ലുക്കൊക്കെ ഏലിയന്റെ ആക്കാൻ വേണ്ടി ചെവിയൊക്കെ ഇങ്ങനെ നമുക്ക് ചിരി വരും ചില സമയത്തൊക്കെ ഭയങ്കരമായിട്ട്. അത് അൽത്താഫ് ആയതുകൊണ്ട് നമുക്ക് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാവും. അതേ വേറൊരു വ്യക്തിയായിരുന്നെങ്കിൽ, നമുക്ക് അത്ര പരിചിതനല്ലാത്തൊരു വ്യക്തിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. ഈ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങൾ ആ പടത്തില് നമുക്കത് വിസിബിൾ ആണ്. എന്തായാലും നല്ലൊരു അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെയുള്ള പടങ്ങളും നമുക്ക് നാട്ടിൽ വരണം. വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന സാധനങ്ങൾ വരണം. ഒരേ ട്രാക്ക് തന്നെ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മടുപ്പാകത്തില്ല. അപ്പോൾ നീരജ് മാധവൻ നല്ലൊരു ഓപ്ഷനാണ്. എനിക്കൊന്ന് ബഡ്ജറ്റ് മാക്സിമം കുറച്ചെടുക്കാൻ. മറ്റു ആർട്ടിസ്റ്റുകൾക്ക് നാദരക്ക് ഡേറ്റിന്റെ പ്രശ്നം, പേയ്മെന്റിന്റെ പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ബഡ്ജറ്റ് നിർത്താൻ വേണ്ടിയായിരിക്കും അജുവും നീരജും അൽത്താഫിലൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ അവർ ചവിട്ടിയത്. എന്താണെങ്കിലും അവരൊക്കെ അവരുടെ ക്യാരക്ടർ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മടുപ്പിക്കില്ല. ഈ കാർട്ടൂണൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ കുറച്ചുകൂടെ ഇഷ്ടപ്പെടുമായിരിക്കും ഏലിയൻ മൂവീസും കാർട്ടൂൺസും. അല്ലാതെ സാധാരണക്കാരനായ വ്യക്തി ഈ പടം കാണാൻ പോയി ചില പാക്ക് ചിലപ്പം രജിസ്റ്റർ ആണെന്നില്ല. പിന്നെ വാച്ചബിൾ മൂവി, വലിയ പ്രതീക്ഷയ്ക്കുള്ള സാധനമൊന്നുമില്ല. ആ ട്രെയിലറിൽ എന്താണോ പ്രസന്റ് ചെയ്തിരിക്കുന്നത് അതൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. നമുക്കൊരു സമയം പോക്ക്, അത്രേ ഉള്ളൂ.